ചെങ്ങന്നൂർ പിടിക്കാൻ NDA ഇക്കുറി മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നത് MV ഗോപകുമാറിനാണ്. ഒട്ടനവധി അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ് കൂടിയാണ് BJPയെ സംബന്ധിച്ച. എന്തായാലും MV ഗോപകുമാർ ഇപ്പം നമ്മുടെ ചേരുന്നുണ്ട്. തോന്നിട്ട് എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ ഒരു പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ദേശീയ ജനാധിപത്യ സഖ്യം വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്നും വിജയിക്കും, യാതൊരു സംശയമില്ല. അതിനൊരുപാട് അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. കാരണം ഈ രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ച് ഒരുപാട് വഞ്ചനകൾ ഈ സമൂഹത്തോട് ചെയ്തിട്ടുണ്ട്. കാരണം കെട്ടിടങ്ങൾ പകുതി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുക, ഒരു പദ്ധതി പൂർത്തിയാകാതെ പ്രവർത്തനം ആരംഭിക്കാതെ ഉദ്ഘാടനം ചെയ്തിട്ട് അതൊന്നും ഗുണപ്പെടാതെ കിടക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ചെങ്ങന്നൂരുണ്ട്. അപ്പോൾ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ, യഥാർത്ഥ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ, അടിസ്ഥാനപരമായി അടിസ്ഥാന ജനവിഭാഗത്തിന് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഒരു സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. പ്രഖ്യാപനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ കോടിക്കണക്കിന് 46,000 കോടി രൂപയുടെ റവന്യൂ കമ്മിയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ജനപ്രതിനിധികൾ അവർ പറയുന്നത് വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറല്ല. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്യുന്ന വികസനങ്ങൾ, ഇപ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമാണെങ്കിൽ 400 കോടി രൂപയുടെ പ്രഖ്യാപനം നടത്തി അതിൻ്റെ ഒന്നാം ഘട്ടം പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ റോഡുകളായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ടാണ് ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ 6ൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഒക്കെ തൊഴിലുറപ്പ് പദ്ധതിയിലും നബാർഡിലും ഒക്കെയാണ്. അല്ലാതെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അപ്പോൾ ഇത് ജനങ്ങളെ നല്ലപോലെ അവർ അത് നോക്കി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ഒരു വികസനം, നമ്മുടെ നാടിൻ്റെ സമഗ്രമായിട്ടുള്ള ഒരു വികസനം, താഴെത്തട്ടിലുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് പട്ടികജാതി ജനവിഭാഗം, തൊഴിലുറപ്പ് മേഖല തൊഴിലെടുക്കുന്ന ആളുകൾ, കുടുംബശ്രീ, അങ്ങനെയുള്ള അടിസ്ഥാന പ്രവർത്തകർ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അത് BJPയിലൂടെ നടക്കൂ, NDAയിലൂടെ കടക്കൂ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ചെങ്ങന്നൂർ പ്രദേശത്ത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കൊണ്ട് ഉയർന്നു വന്നതല്ല BJP. ഇവിടെ ഘട്ടം ഘട്ടമായിട്ട് വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 5 പഞ്ചായത്തുകളാണ് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്നത്. ആകെ 10 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റിയാണ്. 5 പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരം തരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഏതാണ്ട് 42,000-ലധികം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ BJP സമാഹരിച്ചിട്ടുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ ബാക്കിയുള്ള പഞ്ചായത്തിൻ്റെ സ്ഥിതി, ബാക്കി 5 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും BJPയാണ് പ്രധാന പ്രതിപക്ഷം. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയേക്കാളും ഈ ചെങ്ങന്നൂരിലെ ജനങ്ങൾ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഞങ്ങൾ ഈ 5 പഞ്ചായത്തും ഭരിക്കുകയും ബാക്കി എല്ലാ സ്ഥലത്തും പ്രതിപക്ഷമാകുകയും ചെയ്യുമ്പോഴും ഇടത് വലത് മുന്നണികൾ ഞങ്ങളെ പരാജയപ്പെടുത്താൻ ഒന്നിച്ച് വോട്ട് ചെയ്ത നിരവധി വാർഡുകളുണ്ട്. 56 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുണ്ട്. വളരെ തുച്ഛമായ വോട്ടിന് 2ാം സ്ഥാനത്ത് വന്ന അതിൽ കൂടുതൽ വാർഡുകളുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ആധിപത്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഗുണപ്പെടും. അവരെല്ലാം ആ ജനപ്രതിനിധികളെല്ലാം NDAക്ക് വേണ്ടി ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിലാണ്. എല്ലാവിധ ആശംസകളും. അതുതന്നെയാണ് ശരിയായ വികസനം. ആ വികസനമാണ് മണ്ഡലം ആഗ്രഹിക്കുന്നത്. ആ വികസനം NDAയിലൂടെ മണ്ഡലത്തിൽ സാധ്യമാകുമെന്നാണ് MV ഗോപകുമാറിനും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ചെങ്ങന്നൂരിൽ നിന്നും ആദർശിനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.